പാറ്റകൾക്ക് ആലസ്യമായിരുന്നു. പാറ്റകൾ ആലസ്യത്തോടെയാണ് ഈ സമരം ചെയ്തത് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. അതിൻ്റെ കാരണം ജന്തർ മന്ദറിൽ ഈ ഓരോ സമരങ്ങളും ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനും പോയിട്ടുള്ളതാണ്. ജന്തർ മന്ദറിലെ സമരങ്ങൾക്കൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട്. ഇന്ന് ഈസയുടെയും SFIയുടെയും കുട്ടികൾ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ സമരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വീര്യമുണ്ടാകുമായിരുന്നു. അവിടെ ഞാൻ ഉയർന്നു കേട്ടത് കോക്രോച്ചുകളെക്കാൾ SFIക്കാരുടെ ചുണക്കുട്ടികളായ അവരുടെ സ്വരമാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ സമരത്തെ വിജയിപ്പിച്ചത്. അല്ലാത്ത പക്ഷം CJPയുടെ സമരം ഇന്ന് ചീറ്റിപ്പോയനെ. ജന്തർ മന്ദറിൽ സമരം എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രതിഷേധം എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത് എന്ന് അറിയാത്ത ആളൊന്നുമല്ല. വേണുഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ അറിയാത്ത ആളല്ല അഭിജിത് ദീപ്കെ. ആം ആദ്മി പാർട്ടിക്കൊപ്പം കുറെ വർഷങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നതാണ്. എങ്ങനെയാണ് സംഘാടനമെന്നറിയാം. പക്ഷേ അത് ഡിജിറ്റൽ സംഘാടനം മാത്രമാക്കി ചുരുക്കുകയും പേരിനൊരു വരവ്, പേരിനൊരു പ്രതിഷേധം എന്നതിനപ്പുറത്തേക്ക് എന്താണ് അവിടെ പ്രകടിപ്പിക്കാൻ സാധിച്ചത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. 1000-നും 1200-നും ഇടയിൽ മാത്രം ആളുകൾ വരുമ്പോൾ 2000-ഓളം പോലീസുകാരെ വിവിധ സോണുകളാക്കി, അതോടൊപ്പം തന്നെ ജന്തർ മന്ദറിലും 2000-ഓളം പോലീസുകാരെ ആ പരിസര പ്രദേശങ്ങളിലെല്ലാം വിന്യസിച്ചിരുന്നു. ഇത്രയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് ഒരുപക്ഷെ തോന്നിപ്പോയിട്ടുണ്ടാകും ഡൽഹി പോലീസിന്. കാരണം സമരത്തിന് വന്നവരുടെ എണ്ണം അത്രമാത്രമാണ്. കോക്രോച്ച് മാസ്ക് ഒക്കെ ധരിച്ച് ആദ്യ പരസ്യ പ്രതിഷേധം, അത് യുവാക്കളുടെ ശബ്ദം തെരുവിലെത്തുന്നതിൽ, അല്ലെങ്കിൽ യുവാക്കൾ തെരുവിലിറങ്ങുന്നതിൽ, അതൊക്കെ ഒരു മോഡലായി നമുക്ക് കാണാം. പക്ഷേ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പ്രതിഷേധമായി അത് മാറുന്നുണ്ടോ? ഓൺലൈനിലെ ഒരു ഹാസ്യ കൂട്ടായ്മ എന്നതിനപ്പുറം ശ്രദ്ധ നേടുന്നതിൽ, വിജയം കാണുന്നതിൽ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് വരും ദിവസങ്ങളിലാണ് അറിയേണ്ടത്. ഇന്നത്തെ പ്രതിഷേധമല്ല, അതിൻ്റെ തുടർച്ചയുണ്ടോ? ഞാൻ അവരെ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇതിന് തുടർച്ചയുണ്ടാകണം. അതിനാവശ്യമായിട്ടുള്ള ഒരു പ്ലാൻ അവർക്കുണ്ടോ? പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവശേഷിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിട്ടില്ല. നീറ്റ് പരീക്ഷാ പരിഷ്കരണങ്ങളിൽ സർക്കാർ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മളൊരു സമരത്തിനിറങ്ങിയാൽ അതിൻ്റെ അങ്ങേയറ്റം കാണുന്നതുവരെ സമരം ചെയ്യണം. അല്ലാതെ എന്ത് ജൻസി? നമ്മൾ അവരെ പിന്തുണയ്ക്കും, അവരെ എല്ലാവരും പിന്തുണയ്ക്കും. പക്ഷേ അവർക്ക് അതിനൊരു തുടർച്ച വേണം. വന്ന് ഒരു സമരം ഇരുന്ന് പിന്നീട് അവിടെ നിന്നൊരു കോഫി ഷെയ്ക്കും കുടിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോയാൽ മതിയോ? ഇന്ന് വക്താവടക്കം ഇരുന്ന് ഷെയ്ക്ക് കുടിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ എന്തായാലും പ്രചരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ സമ്മിശ്ര പ്രതികരണമാണ്. കാര്യമായി എടുത്തു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് പണിയാകും എന്ന് കരുതിക്കൊണ്ടാണ് ശശി തരൂരിന്റെ പിന്തുണ മാത്രമാണ് തുടക്കത്തിൽ നമ്മൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ യൂത്ത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സിനെ ഇവർ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസും ഒരു രാഷ്ട്രീയ എതിരാളിയായി ഇവരെ കാണുന്നുണ്ട്. ഇക്കാര്യത്തിൽ ജന്തർ മന്ദറിലെ സമരത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി തന്നെ വിട്ടുനിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യുവജന സംഘടനകൾ വിട്ടുനിൽക്കുകയായിരുന്നു. വോട്ട് ഭിന്നിക്കുമെന്നുള്ളൊരു ആശങ്കയായിരിക്കാം അതിന് കാരണം എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ BJP അഥവാ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ്. CJPയെ, കോക്രോച്ച് ജനതാ പാർട്ടിയെ അവഗണിക്കുകയാണ്. അപ്പോൾ BJPക്കെതിരായ ഒരു വലിയ ശക്തിയായിട്ടൊക്കെ CJP മാറണം എന്നുണ്ടെങ്കിൽ പേരൊരേപോലെ ആയിട്ട് മാത്രം കാര്യമില്ല, കുറച്ചുകൂടിയൊക്കെ ശക്തി വേണം. പാറ്റ അല്ല എന്നുണ്ടെങ്കിൽ ഹിറ്റടിച്ച് ചാകും. Big TV. Without fear or favor.